നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ചാലക്കുടിയിലെ ഡി സിനിമാസിന്റെ ഭൂമി അല്പസമയത്തിനകം അളന്നു തിട്ടപ്പെടുത്തും. തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനായി സർക്കാർ ഭൂമി കയ്യേറിയെന്ന പരാതിയെ തുടർന്നാണ് ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത്. ദിലീപിന് പുറമെ ഡി സിനിമാസിന്റെ സമീപത്ത് ഭൂമിയുള്ള 6 പേർക്കും ഭൂമി അളക്കുന്നത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിരുന്നു. ദിൽജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിൽജിത്ത്, എപ്പോഴേക്കാണ് നടപടികൾ ആരംഭിക്കുക? ഉദ്യോഗസ്ഥരൊക്കെ എത്തിയോ? സൗമ്യ, തൃശൂർ ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസിന്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുക. കഴിഞ്ഞ ദിവസമാണ് റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തൃശൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചത്. പ്രാഥമിക അന്വേഷണത്തിൽ സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് കളക്ടർ റവന്യൂ മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിലുള്ളത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ആ സ്ഥലം പോക്കുവരവ് ചെയ്തതും സ്വകാര്യ വ്യക്തിക്ക് കരം പതിച്ച് നേടാനായ അവസരവും അതോടൊപ്പം തന്നെ ദേവസ്വം ഭൂമി കയ്യേറിയതടക്കമുള്ള കാര്യങ്ങൾ, ദേവസ്വം ഭൂമി സ്വകാര്യ വ്യക്തിയിലേക്ക് എത്തിപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ വളരെ ദുരൂഹമാണെന്നും ഇത് സംബന്ധിച്ച രേഖകൾ പരിശോധിക്കണമെന്നും വലിയ ഉന്നതതല അന്വേഷണം വേണമെന്നുള്ളൊരു റിപ്പോർട്ടാണ് കളക്ടർ മന്ത്രിക്ക് സമർപ്പിച്ചത്. ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ തൃശൂർ ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 10 ഉദ്യോഗസ്ഥർ ചേർന്ന് ഇപ്പോൾ ഭൂമി അളക്കുന്നത്. ദിലീപിനും അതോടൊപ്പം ഡി സിനിമാസിനോട് ചേർന്ന് ഭൂമിയുള്ള 6 ഭൂമി ഉടമകൾക്കും മുൻപ് നോട്ടീസ് നൽകിയിരുന്നു. ഏതായാലും ഈ ഒരു പരാതി നൽകിയിട്ടുള്ള ബാബു ജോസഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പരാതിക്കാരനായ ബാബു ജോസഫ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരാതിയുമായി നമ്മൾ മുമ്പോട്ട് പോയത്? ചാലക്കുടി നഗരസഭാ പ്രദേശത്ത് നഗരസഭാ പ്രദേശത്ത് 2 സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ഭൂമി കൈയേറ്റം. ഒന്ന് കൊച്ചി രാജവംശത്തിൻ്റെ ഭൂമിയും രണ്ടാമതായിട്ട് ട്രാംബേ പുറമ്പോക്ക് ഫോറസ്റ്റ് ഭൂമിയും. ഈ ഭൂമി ഭൂമാഫികൾ ഏറെ കാലമായിട്ട് ഇങ്ങനെ ഗ്രാബ് ചെയ്ത് അവർ കള്ളാധാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡി സിനിമ നിർമ്മാണവുമായി ഞങ്ങൾ ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിയിൽ നിന്നും വിവരാവകാശ പ്രകാരം ഞങ്ങൾ രേഖകൾ കരസ്ഥമാക്കിയത്. ആ രേഖകളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഭൂമി കളമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നും 80 സെൻറ്റോളം വരുന്ന ഭൂമിയിൽ ഏതാണ്ട് 35-40 സെൻറ്റോളം മാത്രമേ അവർക്ക് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയത്. ആ നിർമ്മാണത്തിൽ കൂടുതലായി നിർമ്മാണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ KMBR ചട്ടങ്ങളനുസരിച്ച് നിർമ്മാണം ലംഘനമുണ്ടെന്ന് കണ്ടപ്പോൾ CTP ചീഫ് ടൗൺ പ്ലാനർക്ക് തിരുവനന്തപുരത്തിനും ഒപ്പം തന്നെ കളക്ടർക്ക് വ്യാജമായി ഭൂമി രേഖകൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ഞങ്ങൾ പരാതി കൊടുത്ത് കളക്ടർ അന്നുണ്ടായിരുന്ന സർവേയറെ തന്നെ നിയോഗിച്ച് അത് അളക്കുകയും തെറ്റായ രീതിയിൽ ഒരു നിരീക്ഷണത്തിലെത്തുകയും ചെയ്തു. ഞങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു കളക്ടർ സമ്മതിച്ചില്ല. അന്നത്തെ കളക്ടർ MS ജയ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് അയക്കുകയായി. ഞങ്ങളിതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോവുകയും ലാൻഡ് റവന്യൂ കമ്മീഷണർ ഞങ്ങളെ ഹിയറിംഗ് വിളിക്കുകയും പരാതി കൊടുക്കുകയും ഹിയറിംഗ് ശേഷം ഞങ്ങൾ പറഞ്ഞ വാദഗതികൾ ശരിയാണെന്ന് അംഗീകരിക്കുകയും വീണ്ടും അളക്കാൻ ഇപ്പോഴത്തെ കളക്ടറായ കൗശികന് ഉത്തരവ് നൽകുകയുണ്ടായത്. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിയേറ്റർ നിലവിൽ നിൽക്കുന്നത് എത്രത്തെ സ്ഥലത്താണ്? അവിടെ കയ്യേറ്റം ചെയ്യപ്പെട്ടത് എത്രത്തോളം ഭൂമിയുണ്ട്? ഏകദേശം രേഖാമൂലം പരിശോധിച്ചപ്പോൾ 80 സെൻറ്റോളം ഭൂമിയാണ് അവർ രജിസ്ട്രേഷനായിട്ട് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഏതാണ്ട് ഒരു 35-40 സെൻറ്റോളം ഭൂമി ഞങ്ങളുടെ പ്രാഥമിക നിരീക്ഷണത്തിൽ കളവായി വ്യാജരേഖകൾ ചമച്ച് 5 സെൻറ്റ് വീതം ഉണ്ടാക്കിയിരിക്കുകയാണ്. മാത്രവുമല്ല പുഴയുടെ പുറമ്പോക്ക് ഭൂമിയും കയ്യേറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുറമ്പോക്ക് ഭൂമിയും കയ്യേറ്റ ഭൂമിയും കഴിഞ്ഞാൽ അവർ കെട്ടിടം നിർമ്മിക്കാനായിട്ട് 40% കവറേജ് ഭൂമിയെ നിർമ്മാണം നടത്താൻ നോക്കുള്ളൂ. ആ ഭൂമിയിലല്ല, അതിൽ ഏറെ കൂടുതലായി കയ്യേറ്റ ഭൂമിയിൽ തന്നെ നിർമ്മാണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഭൂമിയുടെ രജിസ്റ്റർ സംബന്ധിച്ച് കൃത്യമായി കളക്ടർ അന്വേഷണം നടത്തുന്നതാണുള്ള വിശ്വാസം. അതിനുശേഷം അത് ഒരു ന്യായമായ തീർപ്പുണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കോടതി നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഭൂമി ഇപ്പോൾ കയ്യേറ്റം ചെയ്തിട്ടുള്ളത് ദിലീപിന് ലഭിക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ നടന്നൊരു കയ്യേറ്റമാണോ, അതൊരു ദിലീപ് തിയേറ്റർ പണിയുന്നതിന് മുമ്പായി നടന്നൊരു കയ്യേറ്റമായിരിക്കുമോ? ഞങ്ങൾ രേഖകൾ പരിശോധിക്കുമ്പോൾ 2007 സമയത്ത് കാലഘട്ടത്തിൽ ഈ ക്രയവിക്രയം ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള ആധാരങ്ങളുണ്ടായിരുന്നത്. കൃത്യമായിട്ട് ഞങ്ങൾ രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അന്വേഷണത്തിന് ശേഷമാണ് ആരാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളതും ആ സമയത്ത് ഉള്ളതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിനായിട്ട് വാങ്ങിച്ചിട്ടുള്ള ആളുകൾ തമ്മിലുള്ള ആ ഭൂമാഫിയുമായിട്ടുള്ള ഇടപാടിൽ കൃത്യം നടന്നിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇതിന് തിയേറ്റർ സമുച്ചയം കെട്ടിപ്പടുക്കാനായി രേഖകൾ കെട്ടിച്ചമക്കാൻ ഉദ്യോഗസ്ഥരുടെ സഹായം ലഭ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും വില്ലേജ് അധികൃതരായിട്ട് തീർച്ചയായിട്ടും സർവേ ആളുകളുടെയും വ്യാപകമായിട്ടുള്ള അവരുടേതായിട്ടുള്ള അഴിമതി പക്ഷപാതം വ്യക്തമാണ്. എനിക്ക് ക്ലിയറാണ് കൃത്യമായിട്ട്. സൗമ്യ, ഇത്തരത്തിൽ ആ പരാതിക്കാരൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. പരാതിക്കാരൻ്റെ പരാതിയിൽ ഇപ്പോൾ 3ാമത്തെ അന്വേഷണമാണ് നടക്കുന്നത്. ആദ്യം തൃശൂർ ജില്ലാ കളക്ടറായ MS ജയയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം പൂർത്തിയായിരുന്നു. അതോടൊപ്പം ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഒരു റിപ്പോർട്ട് അത് ദിലീപിന് എതിരായി സമർപ്പിക്കപ്പെടുകയും തുടർന്ന് അതിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് പിടിയിലായ സാഹചര്യത്തിൽ പരാതി വീണ്ടും സജീവമാകുകയും ഈ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരൻ വീണ്ടും രംഗത്തെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു പരാതിയെ തുടർന്ന് റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ തൃശൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഇപ്പോൾ പരിശോധന നടത്തുന്നത്. പരിശോധനാ സംഘം ഇപ്പോൾ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. പരിശോധനാ നടപടികൾ ആരംഭിക്കുകയാണ്. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്.